കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പം നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ഉണ്ണിമോളും മുത്തശ്ശിയും ഒക്കെ കൂടി അന്നപൂർണേശ്വരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോവാണല്ലോ. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന വണ്ടിക്ക് മുന്നിലേക്ക് ഒരു കുട്ടി വട്ടം ചാടുകയാണ്. പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ടു. അങ്ങനെതാ മുത്തശ്ശിയും ഉണ്ണിമോളും ഒക്കെ പെട്ടെന്ന് ഇറങ്ങി വന്ന് ആ കൊച്ചിനോട് ചോദിക്കുകയാണ്, മോളെ ഇതെന്താണ്, വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുമ്പം ആ കൊച്ചു ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആരെയോ പേടിച്ച് നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ ഉണ്ണിമോൾക്കും മുത്തശ്ശിക്കും ഒക്കെ തോന്നുന്നത്. അവര് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുകയാണ്, മോൾ ആരെങ്കിലും പേടിച്ചിട്ടാണോ, മോളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ ഗിരിദേവൻ പറയുകയാണ്, ഈ കുട്ടി ആരെയോ ഭയന്ന് വരുന്നത് പോലെ തന്നെയാണ് മുത്തശ്ശി. എന്തായാലും ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റും ഇതിന്റെ വീട് എവിടെയാണ് എന്നുള്ള കാര്യം. അപ്പം അതിലെ വരുന്ന ഒരു ചേട്ടന്റെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾക്ക് ഈ കുട്ടിയെ അറിയാവോ, ഈ കുട്ടി ഞങ്ങളുടെ വണ്ടിക്ക് വട്ടം ചാടിയതാണ്, അതുകൊണ്ട് അവളെ ഇങ്ങനെ തനിച്ചിവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല, ഈ കുഞ്ഞിന്റെ വീട് അറിയുകയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി ആക്കാനാണ്, അറിയാവോ എന്ന് ചോദിക്കുമ്പം അയാൾ നോക്കിയിട്ട് ആ കൊച്ചിനെ പരിചയമില്ല കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ മുത്തശ്ശിക്കാണെങ്കിൽ ഈ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് ഒട്ടും മനസ്സ് വരുന്നില്ല. അങ്ങനെ മുത്തശ്ശി ഗിരിദേവനോട് പറയുമ്പം ഗിരിദേവൻ പറയാണ്, എന്നാ ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി, നമ്മൾ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, അവിടെയുള്ള ആർക്കെങ്കിലും ഒരുപക്ഷെ ഈ കുട്ടിയെ അറിയാൻ പറ്റുമായിരിക്കും, നമുക്ക് അമ്പലത്തിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവാന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഇവർ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ തൻ്റെ മകളെ കാണാതെ അന്വേഷിച്ച് നടക്കുന്ന ഒരച്ഛനെയാണ് കാണിക്കുന്നത്. ആളുടെ പേര് രവി എന്നാണ് കേട്ടോ. പുള്ളിക്കാരൻ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ തന്നെയാണ് ഉള്ളത്. ആൾ അവിടെ മുഴുവനും തിരക്കി നടക്കുകയാണ് തമ്പുരുമോളെ എന്ന് വിളിച്ച്. അപ്പൊ കുഞ്ഞിന്റെ പേര് തമ്പുരുവാണ് എന്നുള്ള കാര്യം നമുക്ക് അവിടെ വെച്ച് മനസ്സിലാകുകയാണ്. അങ്ങനെ തമ്പുരുവിനെ കാണാതെ അമ്പലത്തിൽ വരുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിനും കുഞ്ഞിനെ കുറിച്ച് ആർക്കും തന്നെ ഒന്നും തന്നെ അറിയില്ല. അപ്പം നമ്മുടെ മിത്രൻ നമ്പൂതിരി അവിടെ പൂജ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആളുടെ അടുത്തും വന്ന് ചോദിക്കുന്നുണ്ട്, തിരുമേനി എൻ്റെ മോളെ കണ്ടോ? രവി ഞാൻ കണ്ടില്ലല്ലോ. രവി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? തിരുമേനിക്ക് അറിയാവുന്നതല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ പിന്നാലെ ഒരാൾ കൂടിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ തനിച്ചു വിടാൻ എനിക്ക് പേടിയാണ്. എനിക്ക് അർജന്റായിട്ട് 1-2 കോളുകൾ വന്നതുകൊണ്ടാണ് മോളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞതും. പക്ഷെ അതിനുശേഷം ഞാൻ കുളിച്ചു വന്നപ്പോഴത്തേക്കിനും എൻ്റെ മോളെ കാണുന്നില്ല തിരുമേനി. എവിടെയാണ് ഞാൻ തിരക്കേണ്ടത്? ഈ ദേവിയുടെ തിരുനട വിട്ട് എവിടെ പോയാലും എൻ്റെ മോൾക്ക് രക്ഷയുണ്ടാവില്ല, അപകടം സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ തിരുമേനി പുള്ളിക്കാരനെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും ദേവിയുടെ കണ്ണ് വെട്ടിച്ച് മോളെ ആരും കടത്തിക്കൊണ്ട് പോവുമൊന്നുമില്ല. രവി സമാധാനപ്പെട്, ഞാൻ ശ്രീകോവിലിന്റെ ആ ഭാഗത്തെല്ലാം നോക്കാം, അതുകൊണ്ട് രവി ഒന്ന് പുറത്തൊക്കെ അന്വേഷിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ തിരുമേനി അങ്ങോട്ട് പോയി രവി അതിന് ചുറ്റും നടന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ കൂടി വരുന്ന വണ്ടി വരികയാണ്. അപ്പൊ പുള്ളിക്കാരൻ ലാസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ദേവിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ മകൾക്ക് ഒരു ആപത്തും സംഭവിക്കല്ലേ ദേവി, ഇനി ഞാൻ എവിടെ പോയി എൻ്റെ കുഞ്ഞിനെ അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു നിൽക്കുമ്പം ഈ വണ്ടിയുടെ ഹോണടി കേൾക്കുകയാണ്. ആശാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു വണ്ടിയിൽ നിന്നും 2-3 പിള്ളേരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. അപ്പൊ അവനാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മറ്റെവിടെയെങ്കിലും പോയി തൻ്റെ മകളെ അന്വേഷിക്കാമെന്ന് വിചാരിച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ആ കുട്ടികളുടെ കൂടെ തൻ്റെ തമ്പുരുമോളും ഇറങ്ങി വരികയാണ്. അപ്പം മോളെ കാണുമ്പോഴത്തേക്കിനും മോൾ ഓടി ഇങ്ങോട്ട് അച്ഛൻ്റെ അടുത്തേക്കും വരികയാണ്. അങ്ങനെ വന്ന് തൻ്റെ മകളെ കണ്ട സന്തോഷത്തിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശി ഇറങ്ങി വരിക കേട്ടോ. മുത്തശ്ശി പറയുകയാണ്, അതേ ഈ കുട്ടിയെ വഴിയിൽ വെച്ചാണ് ഞാൻ കണ്ടത്, അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു പോരാനായിട്ട് മനസ്സ് വന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയിൽ കയറ്റിയത്. ഈ മോളോട് ഞങ്ങൾ ഇത്ര ചോദിച്ചിട്ടും മോളൊരക്ഷരം പോലും മിണ്ടിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നത്. ക്ഷേത്ര പരിസരത്താകുമ്പോഴത്തേക്കിനും ഇവിടെ വരുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ക്ഷേത്രത്തിലുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശി പറയുകയാണ്. അപ്പൊ രവിയാണെങ്കിലോ തൻ്റെ മകളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മുത്തശ്ശിയോടും ആ കുട്ടികളോടും ഒക്കെ നന്ദി പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ആ സീൻ കഴിയുമ്പോൾ ഉണ്ണിമോളാണെങ്കിലോ മുത്തശ്ശിയെ പതിയെ കയ്യിൽ പിടിച്ച് മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി എൻ്റെ എല്ലാ ദോഷങ്ങളും മാറ്റിയത് ഈ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ്, ഇവിടുത്തെ അന്നപൂർണേശ്വരി ദേവിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ അപ്പറെ കാണുന്ന കഴകപ്പുര കണ്ടോ, അവിടെ വെച്ചാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നതും എന്നെ പരിചരിച്ചതും ഒക്കെ. എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുള്ള ക്ഷേത്രമാണ്, മുത്തശ്ശി വാ നമുക്ക് പോയി തൊഴാന്നും പറഞ്ഞ് ഉണ്ണിമോളും മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു കൊണ്ടുവരികയാണ്. അപ്പം മുത്തശ്ശി ആണെങ്കിലും നന്ദി പറയുന്നുണ്ട് കേട്ടോ. ഇതുവരെ
ഇതുവരെ തന്റെ കുഞ്ഞിനെ എല്ലാവരും ഒരു അപശകുനമായിട്ടാണല്ലോ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഉണ്ണിമോളെ എല്ലാവർക്കും ഇഷ്ടമായത്. അതുകൊണ്ട് തന്നെ ദേവിയോട് നന്ദി പറയാണ് മുത്തശ്ശി. അപ്പം അങ്ങോട്ടേക്ക് തിരുമേനി വരിക. തിരുമേനി വന്നതും ഉണ്ണിമോളെ എപ്പോഴാണ് എത്തിയത്, ഉണ്ണിമോൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതേ തിരുമേനി, എനിക്ക് സുഖം തന്നെയാണ്. ഗിരിദേവനെയും വാവയും ഒക്കെ കണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് ഉണ്ണിമോളും മുത്തശ്ശിയും ഒക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പം എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയാണ്, അതെ, ഈ ദേവി കാരണമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ശാപങ്ങളെല്ലാം മാറി എൻ്റെ കുഞ്ഞിന് പുതിയൊരു ജീവിതം കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ഉണ്ണിമോളോടാണ് ഈ ദേവി കടപ്പെട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് തിരുമേനി നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയുകയാണ്. ഇത്രയും കാലം ദേവി പുറംതിരിഞ്ഞിരിക്കുമായിരുന്നു എന്നും നിവേദ്യങ്ങളൊന്നും സ്വീകരിക്കാതെ ഇരുന്ന ദേവിയെ അന്നമൂട്ടിയത് ഉണ്ണിമോളാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ നിറയാട്ടോ. അപ്പം അവരിവിടിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം 2-3 ചേച്ചിമാർ അങ്ങോട്ട് വരികയാണ്. വന്ന പാടെ ഉണ്ണിമോളെ കണ്ടതും ഉണ്ണിമോളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴത്തേക്കിനും ഉണ്ണിമോൾക്കും വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. അപ്പം അതിലൊരു ചേച്ചി പറയുന്നുണ്ട്, മോളെ കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ മോനൊരു ഐസ്ക്രീം കട തുടങ്ങിയത്. അവൻ്റെ കടയുടെ ഉദ്ഘാടനം ഉണ്ണിമോളെ കൊണ്ട് ചെയ്യിക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ തിരുമേനിയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പം ഉണ്ണിമോളുടെ അഡ്രസ്സും അറിയില്ല, ഫോൺ നമ്പറും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ദേവിയെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ആ ഒരു ചടങ്ങ് നടത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ഉണ്ണിമോളും പറയുന്നുണ്ട്, ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, എന്തായാലും കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കുമെന്നുള്ള. അങ്ങനെ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഗിരിദേവനും അന്നപൂർണേശ്വരി ദേവിയും തമ്മിൽ കാണുകയാണ്. അപ്പം ദേവി മകനോട് പറയുകയാണ്, ഉണ്ണിമോളുടെ ദർശനത്തിൽ ഞാൻ കാണിച്ച കാര്യങ്ങളെല്ലാം പുത്രൻ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പം കണ്ടായിരുന്നു അമ്മേ, എന്തായാലും എനിക്ക് ആഭരണങ്ങളൊക്കെ തരാനുള്ള കഴിവും കാര്യങ്ങളും ഒന്നും ഉണ്ണിമോൾക്കും ഇല്ല. ഉണ്ണിമോളുടെ അച്ഛനും അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയല്ല. മോനെ, അമ്മ കാണിച്ചു തന്നതുപോലെ തന്നെ അതിനുള്ള വഴി ഉണ്ണിമോൾക്ക് വേണ്ടി ഞാൻ തുറന്നു കൊടുത്തിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ലെമ്പു വരിക കേട്ടോ. അപ്പൊ ലെമ്പുവിനെ കണ്ടതും ഗിരിദേവൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെതാ നമ്മുടെ ഗിരിദേവനും അമ്മയും അതുപോലെ തന്നെ ജ്യേഷ്ഠനും തമ്മിൽ കാണുമ്പോഴത്തേക്കിനും ഇനി എന്തായാലും ഉണ്ണിമോളുടെ ജീവിതത്തിൽ ഉണ്ണിമോള് ഗിരിദേവന്റെ പരമഭക്തയാണ് എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ചില കാര്യങ്ങളെല്ലാം കണക്കുകൂട്ടി തന്നെയാണ് ഉണ്ണിമോൾക്ക് അങ്ങനെ ഒരു ദർശനം കൊടുത്തിരിക്കുന്നത്. എന്തായാലും എൻ്റെ പുത്രനെ സർവാഭരണ വിഭൂഷിതനായിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഈ അമ്മയ്ക്ക് ഉണ്ടാകുമെന്ന്. അങ്ങനെതാ നമ്മുടെ വാവയും മുത്തശ്ശിയും ഉണ്ണിമോളും കൂടെ ആൽത്തറയിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗിരിദേവൻ വരികയാണ്. അപ്പൊ ഇതിനു മുന്നേ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മുത്തശ്ശി ഗിരിദേവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ഉണ്ണിമോള് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് മുത്തശ്ശി. ഈ ക്ഷേത്രത്തിലെ ദേവി അന്നപാനാദികളെല്ലാം ഉപേക്ഷിച്ചിരിക്കുമായിരുന്നു. അതൊരിക്കലും ദേവിയുടെ ഇഷ്ടത്തോടു കൂടി അല്ലായിരുന്നു. ദേവി അതൊരു പ്രതിഷേധമാക്കി കണക്കാക്കി ചെയ്തത് തന്നെയാണ്. ഈ നാട്ടിൽ നടന്ന സംഭവങ്ങൾ അത് അത്തരത്തിലുള്ളൊരു സംഭവം തന്നെ ആയിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശിയാണെങ്കിലോ നമ്മുടെ ശാന്തന്റെയും അമ്മയുടെയും കഥയൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പൊ മുത്തശ്ശിക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള കാര്യം ഗിരിദേവനും മനസ്സിലാകുകയാണ്. ഉണ്ണിമോൾ ഇതുവരെ നടന്ന സകല കാര്യങ്ങളും മുത്തശ്ശിയോട് പറഞ്ഞതായിട്ടാണ് ഗിരിദേവന് മനസ്സിലാകുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് എന്തായാലും നമ്മുടെ ഗിരിദേവന് വേണ്ടി. എന്തായാലും അയ്യപ്പസ്വാമിക്ക് അണിയാനായിട്ടുള്ള തിരുവാഭരണങ്ങൾ അത് ഉണ്ണിമോളുടെ കൈകൊണ്ട് തന്നെ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുമെന്നുള്ള ആ ഒരു വിഷ്വൽ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്